ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയായിട്ടാണ്. നേന്ത്രക്ക വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നോയമ്പുകാർക്കും വെജിറ്റേറിയൻസിനും ഒക്കെ ഒരു അടിപൊളി കറിയാണ് ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പച്ച ഏത്തക്കയാണ്. ഇനി ഈ കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 6-7 ചുമന്നുള്ളി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളകാണെങ്കിൽ അതനുസരിച്ചെടുത്താൽ മതിയേ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 കഷ്ണം കുടംപുളി, കുറച്ച് കറിവേപ്പില. ഏത്തയ്ക്ക നല്ലപോലെ കഴുകി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കറുത്ത് പോകാതിരിക്കാനാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഞാൻ ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 3 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഇളക്കി കറുവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റി. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കോൺ കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് പുളിയും അതിൻ്റെ വെള്ളവും കൂടെ ഒഴിക്കാമേ. ഈ പുളി ഞാൻ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി ഈ വെള്ളം വറ്റി എണ്ണ തെളിയുന്നവരേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഈ വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കായ് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് കഴിയുമ്പോൾ മൂടി തുറന്ന് ഇളക്കി ചാറൊന്ന് കുറുകി വരുമ്പോൾ 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഓയിൽ ഒഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ്.
അപ്പോൾ നമ്മുടെ കായ് മുളകിട്ട കറി റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കിടിലൻ കറിയാണേ. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.